നമുക്ക് അധികാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ പല വഴികളും നോക്കി. പക്ഷെ അതൊക്കെ പിന്നെ നമ്മളെ തന്നെ മനസ്സമാധാനം കളയും. നമ്മളെ മരണം കൊണ്ടല്ലാതെ ഈ പ്രശ്നം തീരില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ദാസേട്ടാ? ഞാൻ കുറച്ച് വിഷം മാറ്റി വെച്ചിട്ടുണ്ട്. അത് എ സിക്കകത്ത് വെച്ച് ഓൺ ചെയ്ത് കിടന്നാൽ മതി. പിന്നെ ഉണരില്ല. നമ്മൾ ഒരുമിച്ചുള്ള അവസാനത്തെ കിടത്തം ഞാൻ തീരുമാനിച്ചു. ദാസേട്ടാ, നമ്മൾ എന്തിനു മരിക്കണം? ഞങ്ങൾ അവന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവ തീരുമാനം മറ്റൊന്നായിരുന്നു. ഞങ്ങൾ അവനെ പരമാവധി സഹിച്ചു, ക്ഷമിച്ചു, താങ്ങാവുന്നതിലും അപ്പുറം. നിങ്ങൾക്ക് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള ഒരാൾക്കും അവനെ പോലത്തെ ഒരുത്തിനെ താങ്ങാനാവില്ല. പേരൻസിന്റെ ജീവിതം മക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലല്ലോ. അവന്റെ ഓർമ്മ തിരിച്ചു വരാതിരിക്കാൻ എന്താ ഒരു വഴി? അയ്യോ, രൂപേഷ് ഡോക്ടറാ? സ്പീക്കറിലിട്. ഹലോ ഡോക്ടറെ. ഇന്ന് നേരത്തെ പോയോ? എവിടെ? എന്താ ഡോക്ടറെ? ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു. എന്താണാവോ? നിങ്ങളല്ലേ പറഞ്ഞത് ബിമിനത്തിനെ അന്വേഷിച്ചാൽ കിട്ടില്ലെന്ന്? അവനെ ഞാൻ പൊക്കി. ആള് ദുബായിലുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ എത്തും. എയർപോർട്ടിൽ തന്നെ വിളിച്ചിരുന്നു. അവര് തമ്മിലൊന്ന് സംസാരിച്ചാൽ മതി. നിങ്ങളുടെ പഴയ ബിനുവിനെ ഞാൻ തിരിച്ചു തരും. ശരി. ഹാപ്പി അല്ലേ? അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്തോ ഈ മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ലെവലാണ്. ബിമിനത്ത്. യെസ്, എൻ്റെ പേരും അവൻ എന്നെ മാത്രം ഓർമ്മ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു ഡോക്ടർ. ബിനുവിന് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ പോലും ഞാൻ ഇത്ര വിഷമിച്ചിട്ടില്ല. പിന്നെ എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല. കിട്ടിയ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് ഞാൻ പോന്നു. എൻ്റെ ബിനു വേണം ഡോക്ടറെ, എനിക്കവനെ കാണണം. റൂം നമ്പർ 106. ആ, ഡോക്ടറെ, ഈ ഫ്ലൈറ്റിൻ്റെ പൈസ കിട്ടിയായിരിക്കും അല്ലേ? അല്ല, ഡോക്ടറിന് രാവിലെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞ കാരണം ഞാൻ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് തന്നിട്ടുള്ളേ. അത് മോശമല്ലേ? കുറച്ച് മോശമാണ്. വേണ്ട, ഡോക്ടർ ചോദിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. ഇത് കണ്ടിന്യൂ ചെയ്തോ. ഡോക്ടറെ, ആ ബിമിനത്ത് എന്ന് പറഞ്ഞ ആളെത്തിയോ? അവൻ ആ ബിനോൺ റൂമിലേക്ക് പോയിട്ടുണ്ട്. അതെ, വേറൊരു സന്തോഷ വാർത്തയുണ്ട്, പറയാം. ക്യാബിനിലേക്ക് വാ. നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പെരുന്നാളാണല്ലോ. ഡോക്ടറെ, നമ്മൾ പെടുവോ? നമ്മളല്ല, നിങ്ങൾ പെടും. നിങ്ങൾ ഈ വിഷയം എന്നോട് പറയാൻ പോലും പാടില്ലായിരുന്നു. തുറന്നു പറഞ്ഞാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്ന ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത്? എന്ന് വെച്ച് നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഈശ്വര, ഇപ്പൊ ഞങ്ങളിപ്പോ എന്ത് ചെയ്യും? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ പോയിട്ട് ആ സന്തോഷം എന്താണെന്ന് അറിയും. ചെല്ല്, നിങ്ങൾ ഇവിടെ പോയിട്ട് ഈ സന്തോഷം എന്താണെന്ന് നോക്ക്. ഓൾ ദി ബെസ്റ്റ്. ഡോക്ടറെ, ഡോക്ടർ ഇഞ്ഞു വാ, എന്നെ വിടൂ. എൻ്റെ ബിനു, അന്ന് നീ എനിക്ക് കുറച്ച് പൈസ മറിച്ച് തരാന്ന് പറഞ്ഞാണല്ലോ നിന്റെ തല കടിയുള്ളൂന്ന്. ശരിക്കും എൻ്റെ വയറ്റത്തടിയുണ്ട്. നിക്കക്കളില്ലാണ്ടായപ്പോൾ ഞാൻ ദുബായിക്ക് പോയി. ആട് ജീവിതം ഒന്നുമല്ല ബിനു, പട്ടി ജീവിതം. എൻ്റെ പട്ടി ജീവിതം. ആള് ഫിസിക്കലി ഓക്കെയാണ്. ഇനിയിപ്പോ അവിടെ ഇങ്ങനെ കിടത്തേണ്ട കാര്യമുണ്ടോ? ഡിസ്ചാർജ് ചെയ്യുന്നതല്ലേ നല്ലത്. അയ്യോ, അതല്ല, ഇവിടെയാണെങ്കിൽ നമ്മളെല്ലാവരും സേഫാ. സേഫ് ആയിരുന്നിട്ട് എന്താ കാര്യം? ബിനു ഇമ്പ്രൂവ് ആവണ്ടേ? നീ എനിക്ക് ആ പൈസ ഒന്ന് സംഘടിപ്പിച്ചു തരണം, പ്ലീസ്. ഇപ്പം ഇങ്ങനെ ഉറങ്ങാറ്? ഉറങ്ങി. അയാൾക്ക് എന്തെങ്കിലും ഓർത്തെടുക്കണമെങ്കിൽ അയാൾ ജനിച്ചു വളർന്ന വീടും പരിസരവും ഒക്കെ കാണുമ്പോഴാണ്. അല്ല ഡോക്ടറെ? പിന്നല്ലാതെ ഞാനിത് ഇവരോട് 100 പ്രാവശ്യം പറഞ്ഞു. അതാണ്
അപ്പം നാളെ എന്തായാലും ഇവിടുന്ന് ഡിസ്ചാർജ് ആവണം. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ കിടന്നിട്ട് ഞാൻ വിനിത്താണ്. ഒന്നുകൂടെ ഒരു കാര്യം പറയാനാ. ആ ബിമിനിത്താണ്. അവൻ ആ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാശൊന്ന് കൊടുക്കണമായിരുന്നു. 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപയാ? എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറെ, പുള്ളിക്ക് എന്നെ അങ്ങോട്ട് കിട്ടണല്ലോ. അതാണ് ഇവിടെ പ്രശ്നം, കിട്ടണില്ല. ആണോ? നിങ്ങൾ സംസാരിച്ചിരിക്കുന്ന എനിക്കൊരു കേസ് ഉണ്ട്. ഡോക്ടർ ഫോട്ടോ കാണണമല്ലോ. ആ കിട്ടി കിട്ടി. ഈ ഒരൊറ്റ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി. ബിനുവിന് കംപ്ലീറ്റ് കാര്യങ്ങളും കൃത്യമായിട്ട് ഓർമ്മ വരും. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാം. മോനെ, ദേ, എവിടെ? ഈ ഫോട്ടോ എനിക്ക് അയച്ചു തരണേ. ഞാൻ ബിരുവിന് അയച്ചു കൊടുത്തോളാം. പിന്നെ മോൻ്റെ എയർ ടിക്കറ്റ് ഇല്ലേ, അതിൻ്റെ കാശ് ഞാൻ തരാം. തരൂ. ഓ, പിന്നെ ജിപേ ചെയ്ത് തരാം. സത്യം പറയാലോ, ബിനു മാത്രമല്ല നിങ്ങളുടെ കുടുംബം മുഴുവൻ എക്സ്ട്രാ ഡീസൻ്റാണ്. ആ അളിയ, ഇത്ര ഐക്യവും പൊരുത്തമുള്ളൊരു കുടുംബത്തിൽ ജനിക്കാൻ മാത്രം ഞാൻ എന്ത് പുണ്യ ചെയ്തതെന്ന് എനിക്കറിയില്ല അളിയ. എൻ്റെ അവസ്ഥ അളിയനറിയാലോ. എനിക്ക് പകരമായിട്ട് അച്ഛനും അമ്മയോടൊപ്പം എപ്പോഴും അളിയ ഉണ്ടാവണം. ഞാനിപ്പോൾ എന്ത് പറയാനാ അളിയ? ഉണ്ടാവില്ലേ? ആ, ഉണ്ടാവും. അളിയന് കൃത്യമായ ബോധോദയം ഉണ്ടാകുന്നവരെ ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി എന്നാ വീട്ടിൽ പോകുന്നത്? എനിക്ക് വീട്ടിൽ ചെന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. എന്ത്? ഈ ജീവിച്ച പരിസരമൊക്കെ കാണുമ്പോൾ ഓർമ്മ വീണ്ടെടുക്കാൻ കൂടുതൽ സഹായിക്കുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞോ? അല്ല, ഡിസ്ചാർജ് അല്ലേ? അത് ഞാൻ പറഞ്ഞോളാം. നമുക്കത് ശരിയാക്കാം. അളിയ, എന്തോ? ഇത് മാറ്റി വെച്ചായിരുന്നു കാറിരുന്ന പൊസിഷൻ. ഇങ്ങനെയല്ലായിരുന്നു. അതങ്ങനെ ആയിരുന്നല്ലോ. അളിയ, അളിയ മെനിങ്ങാന്ന് ഈ ഷർട്ടല്ലേ ഇട്ടെ? ആഹാ, ഞാനതേ ഒരു ഡ്രസ്സ് 2 തവണ ഇടാറുണ്ട്. ഒന്നിടവിട്ട് അലക്കാറുള്ളൂ. അതാ. ഓരോരുത്തരും ധരിക്കുന്ന ഡ്രസ്സിന്റെ കളർ അപ്പം ഞാൻ ഇതിലെഴുതി വെക്കും, ഓർത്തെടുക്കാലോ. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു അളിയ. ഞാൻ ഈ സന്തോഷ വാർത്ത ബാക്കിയുള്ളവരെ കൂടെ അറിയിച്ചിട്ട് വരാം. ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അങ്ങോട്ട് കൊണ്ടാവും. മിക്കി എവിടെയും തുറന്നിരിക്കാൻ നിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആടിയും. ആഹാ, എന്താ പരിപാടി? അച്ഛനും അമ്മയൊക്കെ കഴിച്ചോ? അവരൊക്കെ ക്യാൻറ്റീനിലുണ്ട്. എന്തോ കൂലങ്കശമായ ചർച്ചയില്ല. കഴിച്ചു കാണും. അവരെന്തായിരിക്കും ചർച്ച ചെയ്യുന്നത്? ബിനുവിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച്. അവർക്ക് വേറെന്താ ചിന്തിക്കാൻ? ഞാൻ പഴയ പോലെ ആകാൻ അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും.